ദൈവത്തിന് സ്തോത്രം. ആരാലും തകർക്കപ്പെടാൻ കഴിയാത്ത ദൈവീക ഭവനം, അതിൻ്റെ 2-ാം ഭാഗം. കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവൻ. അപ്പോൾ ഗിരിപ്രഭാഷണത്തിലെ വചനങ്ങളാണത്. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. ആ വചനത്തിൻ്റെ അവസാന ഭാഗങ്ങളാണല്ലോ. 7-ാം അധ്യായത്തിലെ 24-ാമത്തെ വചനത്തിലാണ് കർത്താവ് അപ്രകാരം നിർദ്ദേശിക്കുന്നത്. എൻ്റെ ഈ വചനങ്ങൾ, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതായ ഈ വചനങ്ങൾ. 5-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ വായിക്കുന്നു. കർത്താവ് പുരുഷാരത്തെ കണ്ടാറ് മലമേൽ കയറി. കർത്താവ് ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവിടുന്ന് തിരുവായ് മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ഒന്നാമത് കർത്താവ് തിരുവായ് മൊഴിഞ്ഞ് ആരാലും തകർക്കപ്പെടാത്ത, നിലനിൽക്കുന്ന ഏത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലും തകരാതെ ദൈവനാമത്തിന് വേണ്ടി ജീവിച്ച് പ്രയോജനപ്പെട്ട് അപ്പൻ്റെ സന്നിധിയിൽ എത്തുന്ന ഒരു ജീവൻ നയിക്കാൻ ഒരു വ്യക്തിക്ക് സാധ്യമാകണമെങ്കിൽ അവൻ ആത്മാവിൽ, അവൻ ആത്മാവിൽ ദരിദ്രനായിരിക്കണം. എന്ന് പറഞ്ഞാൽ, ദരിദ്രരെ ലോകം ഭാഗ്യവാന്മാരെന്നു, ലൗകിക ദരിദ്രരെ ഭാഗ്യഹീനരെന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മീയ ദാരിദ്ര്യം, അതായത് ദൈവത്തെ അറിഞ്ഞ് എത്രമാത്രം വിശുദ്ധ ബൈബിൾ പഠിക്കുകയോ നിരന്തരം പ്രാർത്ഥിക്കുകയോ വചനം ധ്യാനിക്കുകയോ ഒക്കെ ചെയ്തിരുന്നാൽ തന്നെയും ഞാൻ എന്താണ്ടായി എന്നുള്ള മനോഭാവത്തോടല്ല, എപ്പോഴും ഞാൻ ക്രിസ്തുവിൽ ശിശുവാണ്, എനിക്ക് വീണ്ടും വീണ്ടും കർത്താവിനെക്കുറിച്ച് കൂടുതലായി അറിയണം, കർത്താവിൽ വളരണം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളതായ ആ ഒരു എളിയ മനോഭാവത്തോടു കൂടി, അഹങ്കാരമില്ലാതെ ഒരു എളിയ മനോഭാവത്തോടു കൂടി കൂടുതലായിട്ട് ദൈവത്തോടടുക്കാനും ദൈവീകതയിൽ വളരാനുമുള്ളൊരിതാകും. അത് നമുക്ക് ദാവീദിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത്. ഭൗതികമായ എല്ലാ മേഖലയും ശൂന്യമാണ്, എന്നിട്ടും ദൈവത്തിന് വേണ്ടി, അങ്ങയ്ക്ക് വേണ്ടി എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. ആ ഒരു മനോഭാവം നമ്മളിൽ വരുമ്പോഴാണ് നമ്മൾ ആത്മാവിൽ ദരിദ്രരാകുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വീണ്ടും ദൈവീകതയിൽ വളർന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീയ ഗൃഹം പണിയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു.